1976 ഉക്രൈനിലെ കീവിൽ ഒരു ജൂത കുടുംബത്തിൽ ഒരു ആൺകുട്ടി ജനിക്കുന്നു. പിന്നീട് ആ കുടുംബം കാലിഫോർണിയയിലേക്ക് താമസം മാറ്റുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് അദ്ദേഹം കമ്പ്യൂട്ടറിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുകയും 18 വയസ്സായപ്പോഴേക്കും നല്ല ഒരു കമ്പ്യൂട്ടിംഗ് കഴിവ് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. തൻ്റെ ചെറുപ്പത്തിൽ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായതുകൊണ്ട് തന്നെ ഒരു പലചരക്ക് കടയിലെ കാവൽക്കാരനായി വരെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് അദ്ദേഹം യാഹൂവിൽ ജോലിക്ക് കയറുകയുണ്ടായി. നീണ്ടകാലം അവിടെ ജോലി ചെയ്തതിന് ശേഷം ആ ജോലി മടുക്കുകയും ആ ജോലി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഫേസ്ബുക്കിൽ ജോലിക്ക് അപേക്ഷിക്കുന്നു. പക്ഷേ ഫേസ്ബുക്ക് അത് നിരസിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീടാണ് കേട്ടോ ആ മഹത്തായ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്നത് അദ്ദേഹത്തെ. വേറൊന്നുമല്ല, ഞാൻ വാട്സപ്പിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംസാരിക്കുന്നത് മറ്റാരെയും പറ്റിയിട്ടുമല്ല, ജാൻ കൂമിനെ പറ്റിയിട്ടാണ് കേട്ടോ. അദ്ദേഹമാണ് വാട്സപ്പിന്റെ യഥാർത്ഥ കോ-ഫൗണ്ടർ. പിന്നീട് $19 ബില്യൺ നിരസിച്ച ഫേസ്ബുക്ക് തന്നെ വാട്സപ്പിനെ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ബില്യണറായി മാറി.